ചൂട് കനത്തതോടെ ഇടുക്കിയുടെ മലയോര മേഖലയിൽ വനാതിർത്തികളിലും ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും തീപിടുത്ത സാധ്യത ഏറെയാണ്. എന്നാൽ ഇടുക്കിയുടെ പ്രധാന ഹൈറേഞ്ച് മേഖലയിൽ മിനി ഫയർ സ്റ്റേഷൻ എന്നത് ഇപ്പോഴും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയായ രാജകുമാരി, രാജക്കാട്, ശാന്തമ്പാറ, സേനാപതി, ബൈസൺ വാലി മേഖലയിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ 40 കിലോമീറ്റർ അകലിൽ നിന്ന് വേണം ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ. രാജക്കാടിനായി 2019 ബജറ്റിൽ പ്രഖ്യാപിച്ച മിനി ഫയർ സ്റ്റേഷൻ 2021 മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. മിനി ഫയർ സ്റ്റേഷന് സ്ഥലം കണ്ടെത്തി നൽകാൻ തയ്യാറാണെന്ന് രാജക്കാട് പഞ്ചായത്ത് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. സ്ഥലം ബസ് സ്റ്റാൻഡ് കെട്ടിടമാണ് ആദ്യം പരിഗണിച്ചത്. തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്നതും പരിഗണിച്ചു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതി ഇതുവരെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. നവകേരള സദസ്സ് ജില്ലയിലെത്തിയപ്പോൾ ഫയർ സ്റ്റേഷൻ അനുമതി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും നാട്ടുകാർ പറയുന്നു. നിലവിലെ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് വ്യാപാരി വ്യവസായി രാജക്കാട്ടിൽ ആവശ്യപ്പെടുന്നതാണ്. ഇവിടെ എന്തെങ്കിലും ഒരു തീപിടുത്തോ അല്ലെങ്കിൽ ജലാശയത്തിൽ ആരെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അടിമാലിയിൽ നിന്ന് വരണം, അതല്ല എങ്കിൽ നെടുങ്കണ്ടത്തു നിന്ന് വരണം. ഈ രണ്ട് സ്ഥലത്തു നിന്ന് എവിടെ ഇവരെത്തണമെങ്കിലും ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ പിടിക്കും. ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ രാജക്കാട് മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെ അഭാവം പലപ്പോഴും തിരിച്ചടിയാണ്. വേനൽ കൂടുന്നതോടെ മേഖലയിൽ കാട്ടുതീ വ്യാപകമാണ്. പൂപ്പാറയിലുണ്ടായ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിവെള്ള പൈപ്പുകൾ കത്തിനശിച്ചിരുന്നു. ശാന്തമ്പാറ ശങ്കരൻപാണ്ടിമേട്ടിൽ കാട്ടുതീയിൽ ഏക്കർ കണക്കിന് കൃഷിയും കത്തിനശിച്ചു. ആനയിറങ്കൽ ജലാശയങ്ങളിൽ വീണ് അപകടങ്ങൾ ഉണ്ടായാൽ തൊടുപുഴയിൽ നിന്നാണ് മുങ്ങൽ വിദഗ്ധ സംഘം എത്തേണ്ടത്. എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമ്പോൾ അടിമാലി, നെടുങ്കണ്ടം, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും നാശനഷ്ടങ്ങളുടെ തോത് ഉയരുന്നതും പതിവാണ്. രാജക്കാട്ടിൽ അനുവദിച്ച മിനി ഫയർ സ്റ്റേഷൻ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കാൻ ഇടപെടലുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.